ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തലശ്ശേരിയിലത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു സാമ്പാർ കറി റെസിപ്പി ആയിട്ടാണ്. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കുറേ ആൾക്കാർ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. പല നാടുകളിൽ ഇങ്ങനെ വറുത്തരച്ചിട്ടൊന്നും അല്ല പോലും വെക്കുന്നത്. എന്നാൽ പിന്നെ ഇതാ പിടിച്ചോ സാമ്പാർ കറീൻ്റെ റെസിപ്പി. ആദ്യം ഒരു പാൻ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് 2 കപ്പ് തേങ്ങയും കുറച്ച് കുരുമുളകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വറക്കുക. നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്തേക്ക് അത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. കുറച്ച് സമയം അത് തണിയണം, എന്നിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് എന്ത് ചെയ്യുക, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ചില ആൾക്കാർ മുരിങ്ങയും വെണ്ടയ്ക്കയും വേറെ തന്നെയാണ് വേവിക്കുന്നത്. പക്ഷേ ഞാനിവിടെ എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ എല്ലാം കൂടെ ഒരു കുക്കറിലത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ വറുത്ത് പൊടിച്ച കൊത്തമ്പാരി പൊടി, അതായത് മല്ലിപ്പൊടി നമ്മൾ വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. കാരണം നമ്മൾ ചിക്കൻ കറീൻ്റെ അകത്തും എന്താ പറയുക സാമ്പാറിൻ്റെ അകത്തൊക്കെ ഇതാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഒക്കെ ചിക്കൻ കറി സാമ്പാർ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചിക്കൻ കറിയാണെങ്കിൽ ചിക്കൻ പൗഡറും സാമ്പാർ പൊടിയാണെങ്കിൽ സാമ്പാർ മസാലയാണ് ഞാൻ ഇടാറുള്ളത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ഞങ്ങൾ ഇടാറുള്ളത്. പക്ഷെ അതുവിൻ്റെ അമ്മയൊക്കെ സാമ്പാർ പൊടിയിലും ചിക്കൻ കറിയിലൊക്കെ ഇതേപോലെ വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണ് ചേർക്കലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പരിപ്പും കൂടെ നമ്മൾ ഓൾറെഡി ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്ത പരിപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് കഴുകി ഇടുക. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, വാളൻ പുളിയാണ് ഉപയോഗിക്കേണ്ടത് സാമ്പാറിൻ്റെ അകത്ത്. അതും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുഴച്ചതിന് ശേഷം അരിച്ചിട്ട് കുക്കറിലത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ച് നമുക്കിത് വേവാൻ വേണ്ടി വിടാം. ആ വേവുന്ന സമയം കൊണ്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ള തേങ്ങ അത് മിക്സിയിലിട്ട് നന്നായിട്ട്, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളത് കുറച്ച് വെളിച്ചെണ്ണയിൽ വറക്കുന്നത് കൊണ്ട് തന്നെ അത് നന്നായി ഗ്രൈൻഡ് ആയിക്കോളും. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ജാറ് തുറന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. 2 വിസിലിന് എടുത്താൽ മതി. എല്ലാം വെജിറ്റബിളാണ്, അങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു സാധനവും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന വെജിറ്റബിളാണ്. അതിനുശേഷം ഞാൻ കറിയുടെ പാത്രം ഒന്ന് മാറ്റി, കാരണം എനിക്ക് വീണ്ടും കൂട്ടുകറി ആക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് കറി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു കഷ്ണം വെല്ലം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഓപ്ഷനിലാണ്. ഇത് എൻ്റെ മോന് കുറച്ച് മധുരത്തിലാണ് സാമ്പാർ ഇഷ്ടം, അതുകൊണ്ടൊരു തുള്ളിൽ വെല്ലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി അതിലിടുക. വെളുത്തുള്ളി നമ്മൾ പിന്നെ ഇതേപോലെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഇടുമ്പോൾ കറീൻ്റെ ടേസ്റ്റും മണമൊക്കെ ഒന്ന് കൂടും. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം സാമ്പാറിലത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാമ്പാർ കറി ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എൻ്റെ അടുക്ക കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ കറിയിൽ അവരിങ്ങനെ വറുത്തരക്കൊന്നും ഇല്ലയെന്ന്. ഇതാണ് നമ്മുടെ നാട്ടിൽ തലശ്ശേരിയിൽ ഉണ്ടാക്കുന്ന സാമ്പാർ കറി. ഇനി സാമ്പാർ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അരവ് എപ്പോഴാണ് ഒഴിക്കണമെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. കുക്കറിൽ വെന്ത വെജിറ്റബിൾ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നില്ലേ, ആ സമയത്ത് തന്നെ നമ്മൾ അരവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്